26 നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് സഹായം ചെയ്തതിനുള്ള തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് എപ്പോൾ നൽകുമെന്നതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് ഹമാസിന്റെ സഹായം കിട്ടിയെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹമാസ് നേതാക്കൾ പാക് രഹസ്യാന്വേഷണ വിഭാഗവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നുവെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ പാകിസ്ഥാനിൽ പലതവണ സന്ദർശനം നടത്തിയതിന് വ്യക്തമായ തെളിവുകൾ ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുകയാണ്. ഹമാസ് സംഘം അടുത്തിടെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം സന്ദർശിച്ചിരുന്നു. ഇതിനൊപ്പം അതിർത്തിയിലെ തന്ത്രപ്രധാന പാക് സൈനിക കേന്ദ്രങ്ങളും ഹമാസ് നേതാക്കൾ സന്ദർശിച്ചുവെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത്. കൂടാതെ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഹമാസ് ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്നാണ് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥനായ മൈക്കൽ റൂബിൻ പറയുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം തിരിഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയായിരുന്നു അന്ന് ഹമാസ് സ്വീകരിച്ചത്. ജൂതന്മാരെയാണ് അത്തരത്തിൽ ഹമാസ് തിരഞ്ഞുപിടിച്ച് അന്ന് ആക്രമിച്ചത്. പഹൽഗാമിലെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായവരിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും ഹിന്ദുക്കളാണ്. ഭീകരരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ച കുതിര സവാരിക്കാരനായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ മാത്രമാണ് കൊല്ലപ്പെട്ടവരിലെ ഏക മുസ്ലിം. മറ്റുള്ളവരെയെല്ലാം പേര് ചോദിച്ച് ഹിന്ദുക്കളാണെന്ന് ഉറപ്പുവരുത്തിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അതിനാൽ ഹമാസ് ആണോ ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ ഇന്ത്യ സംശയിക്കുന്നത്.